ഞാനിപ്പോ എന്താ പറയാമോ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പം ഞാനിപ്പോ ഇവിടെ ആയതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പം അപ്പൊ ഞാന് രാവിലെ തന്നെ എണീക്കും. അപ്പൊ നമ്മളെ വീട്ടില് ഞാന് ഷാൻട്ടൻ വാവിച്ചി അമ്മച്ചി അതിൽ ഉണ്ടാവല്ലേ. അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. പിന്നെ പിന്നെ എണീറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ച് രാവിലെ തന്നെ ചായ എടുപ്പത്ത് വെക്കും. എന്നിട്ട് ഉമ്മ എണീറ്റില്ലല്ലോ ആ സമയത്ത് ഞാൻ എണീറ്റ് പിന്നെ മറ്റേ പുട്ടും കടലക്കറിയും, കടല തലേ ദിവസം തന്നെ രാത്രി വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാക്കും. എന്നിട്ട് അത് എടുത്ത് ഫുഡൊക്കെ ആക്കി വെക്കും. അങ്ങനെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഉമ്മ എണീക്കുന്ന ഒരു 10 മണിയാകുമ്പോഴത്തേക്കും അല്ലേ ഇരിക്കും. ഉമ്മ നേരത്തെ എണീക്കില്ലല്ലോ, ഞാനല്ലേ എണീക്കല്. അപ്പൊ എന്തോന്ന് അപ്പൊ ഞാനാണ് അത് ചെയ്യും. എന്നിട്ട് പിന്നെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഞാന് പുറത്തെ പണിക്ക് വേണ്ടിയിട്ട് പുറത്ത് മിറ്റമൊക്കെ അടിക്കാൻ വേണ്ടിട്ട് പോകും. എന്നിട്ട് മിറ്റമൊക്കെ അടിച്ചു വരും. എന്നിട്ട് പിന്നെ വന്ന് നമുക്ക് തുണിയൊക്കെ ഉണ്ടാവൂലേ, വാവച്ചിയുടെയും ഉമ്മച്ചിയുടെയും ഷാനുവിന്റെയും ഒക്കെ തുണി ഉണ്ടാവൂലേ, അതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും. അത് കഴിഞ്ഞിട്ട് ഉമ്മാനെ വന്ന് വിളിക്കും. എന്നിട്ട് ഉമ്മാക്ക് ചായ തരും. പിന്നെ ഷാനുവിനെ വിളിച്ച് ഷാൻട്ടന് ചായ കൊടുക്കും, വാവച്ചിക്ക് ഉമ്മ ചായ കൊടുക്കും. അതൊക്കെ ചെയ്യും. ഇപ്പൊ എന്തൊക്കെ പണിയുണ്ടെങ്കിലും ആ ഉമ്മാനെ കൊണ്ട് ഞാനൊന്നും ചെയ്യിപ്പിക്കില്ല. ഉമ്മ ചെയ്യലില്ലല്ലോ ഒന്നും, ഞാനൊരു ചെയ്യല്. പിന്നെ ഇന്നിപ്പൊ ഇവിടെ വന്നപ്പോ കൂടി ഞാൻ എന്തോരം മീൻ വാങ്ങി. ആ മീൻ മൊത്തം വെട്ടിയത് ഞാനല്ലേ. മീൻ വെട്ടിയത്. പിന്നെ എന്തുവാ പിന്നെ പിന്നെ ഞാന് വേറെന്തൊക്കെ ചെയ്യും, വേറെന്തൊക്കെ ഞാൻ ചെയ്യും. തുടയ്ക്കും, തറ തുടയ്ക്കും, റൂമുകളൊക്കെ തുടയ്ക്കും, ഫുഡ് ഉണ്ടാക്കും, എല്ലാവർക്കും നേരത്തിന് ഭക്ഷണം കൊടുക്കും. അതൊക്കെ ചെയ്യും. പിന്നെ ഇങ്ങനെ ഇരിക്കും, വെറുതെ പച്ചിലമ്മ ഇരുന്നാ മതി. കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകും. കല്യാണം കഴിഞ്ഞ് വന്ന മുതല് അവള് അവിടെ ഇരിക്കും. ഞാനാ നോക്കല്. ഷാനു രാവിലെ പോകും ജോലിക്ക്, രാത്രി പിന്നെ വരുള്ളൂ. അവർക്കുള്ള ഫുഡ് വന്നിട്ട് എടുത്തു കൊടുക്കും. പിന്നെ ഞാന് പിന്നെ വേറെന്താ പണിയെടുക്കും? വേറെ എന്താ, ഒരു വീട്ടിലുള്ള എല്ലാ പണിയെടുക്കും. പിന്നെ ഞാനപ്പോ എങ്ങനത്തെ ഡ്രസ്സിംഗ് ഒക്കെ ഞാൻ ചെയ്യല്, തലയിലും തട്ടന് ഊരലില്ല. തലയിലും തട്ടം തീരെ ഊരൂല. പിന്നെ ജീൻസും ബനിയനും ഇടും, ചുരിദാറിടും, പിന്നെ പർദ്ദ ഇടും, ഇടും, എല്ലാ ഡ്രസ്സും. പിന്നെ ഞാനിങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന പോലത്തെ മരുമോളാണ്. അല്ലല്ല, തീരെ ഇല്ല. നല്ല നീറ്റായിട്ടാ സംസാരിക്കുക. ഒന്ന് പറഞ്ഞാല് തർക്കുത്തരം പറയുക ഒന്നുമില്ല. നമ്മളെന്തോ പറയുന്നുണ്ടെങ്കിൽ അത് മിണ്ടാണ്ട് കേട്ട് നിൽക്കും. മറുപടി മരുമോളാണ് കിട്ടിയത്. പിന്നെ 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 ഞാൻ ഷാനുവിന്റെ അടുത്തൊക്കെ ഷാനുവിന്റെ അടുത്ത് നല്ല ഇതിലാണ്. അവന് എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പം മിണ്ടാണ്ട് കേട്ടിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ബാക്കിൻ്റെതാണെങ്കിലും ബാക്കി എന്ത് പറഞ്ഞാലെല്ലാം ചെയ്തു കൊടുക്കും. ഇനി എന്റെ കാര്യമാണെങ്കിലും ഒക്കെ അവിടെ അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങളെ മൂന്നാളും കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഞാന് പിന്നെ ഉമ്മയുടെ മക്കളോടൊക്കെ എങ്ങനെയാ, നാത്തുമാരോടൊക്കെ എന്റെ 2 മക്കളോടും നല്ല ഡീസന്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരെന്തെങ്കിലും അങ്ങോട്ട് അവളെ എതിർത്ത് സംസാരിച്ചാല് പിന്നെ അവളൊന്നും പറയില്ല, മിണ്ടാണ്ട് കേട്ട് നിന്നോളും.
വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഒക്കെ ഓക്കെയാണ്. ഒക്കെ ഓക്കെയാണ്. 10ൽ എത്ര മാർക്ക് തരും എനിക്ക്? 10ൽ 10 എനിക്ക് കൊടുക്കാം. അങ്ങനെ ഇനി അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ മോളെ ഒന്ന്